കണ്ടെയ്നറുകളിൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് തീ അണയ്ക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ കഴിയൂ. അതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു നിസ്സഹായത എന്നുകൂടി അറിയാൻ കഴിയുന്നു. ദീപക് നിർമ്മാണം ചെയ്യുന്നു. ദീപക്, അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അരുൺകുമാർ പി കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ കപ്പലിലുള്ളത് ഡേഞ്ചറസ് വസ്തുക്കളാണ്. ആ ഡേഞ്ചറസ് എന്ന് പറയുന്നത് പെട്ടെന്ന് തീ പിടിക്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ കൂടിയും പെട്ടെന്ന് തീ പിടിക്കാൻ പാങ്ങിലുള്ള അല്ലെങ്കിൽ പാകത്തിനുള്ള ദ്രാവകങ്ങളാണ് എന്നല്ലേ സ്ഥിരീകരണം ദീപക്? അങ്ങനെ തന്നെയാണ്. അതായത് ഇൻഫ്ലേമബിളായ ലിക്വിഡ് ഫോമിലുള്ള കണ്ടൻ്റാണ് കണ്ടെയ്നറിലുള്ളത്. അതായത് ഈ കപ്പൽ യാത്ര നടത്തുമ്പോൾ അതിൽ കണ്ടെയ്നറിലെ കണ്ടൻറ്റിൻ്റെ വർഗീകരണമുണ്ട്, ക്ലാസിഫിക്കേഷനുണ്ട്. അതിൽ ഇൻഫ്ലേമബിൾ എന്ന കാറ്റഗറിയിൽ പെട്ടത് തന്നെയാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ വീണ്ടും തീ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഡ്രോണിയർ വിമാനം ഈ ഷിപ്പിന് ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ട് ശ്രമം നടത്തുന്നത് ആദ്യത്തെ രക്ഷാപ്രവർത്തനമാണ്. അങ്ങനെ 18 പേരുടെ രക്ഷാപ്രവർത്തനത്തിൽ ആദ്യപടി കടന്നു കഴിഞ്ഞു. പക്ഷേ 4 പേർ ഇപ്പോഴും എവിടെയെന്ന് പോലും അറിയില്ല. അതായത് 22 പേരുള്ള ഒരു കപ്പൽ, ആ കപ്പലിനെ നിയന്ത്രിക്കാൻ വേണ്ടി കപ്പലിനകത്ത് ഇവരുണ്ടായിരിക്കാം എന്നുള്ളതായിരുന്നു അനുമാനം. പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള സിഗ്നൽ പ്രകാരം അങ്ങനെ ഉള്ളതായി സ്ഥിരീകരണം കിട്ടുന്നില്ല. മാത്രവുമല്ല കപ്പലിൻ്റെ നിയന്ത്രണം ചെറുതായി വിട്ടുപോയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി വരുമ്പോൾ അപകടാവസ്ഥ അത്യന്തം ഗുരുതരമാണ്. കാരണം ഈ കപ്പലിൻ്റെ നിയന്ത്രണം വിട്ടുപോയാൽ സ്വാഭാവികമായും കപ്പലിനകത്തുള്ള ഏതെങ്കിലും രീതിയിലുള്ള നിയന്ത്രണം സാധിക്കില്ല. ഈ രണ്ടാമത്തെ ഡെക്കിലേക്ക്, അതായത് അപ്പർ ഡെക്കിലാണ് തീ പിടിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ ഡെക്കിലേക്ക് തീ പിടിച്ചാലുള്ള ഏറ്റവും വലിയ പ്രശ്നം നേരിട്ട് ഷിപ്പ് ഫ്യൂവലിലേക്ക് അതിൻ്റെ ലിങ്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം ഏറ്റവും മുകളിലത്തെ ഡെക്കിൽ തീ പിടിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഡൗൺ ഡെക്കിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനടിയിലുള്ളത് ഇതിൻ്റെ കോക്പിൻ ഉൾപ്പെടെയുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമുള്ള മേഖലയാണ്. ആ മേഖലയിൽ ഈ കപ്പൽ യാത്രക്ക് വേണ്ടിയുള്ള ഫ്യൂവൽ ഉണ്ടാകും, അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള ഇതിൽ നേരിടുന്ന പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇതൊരു രാസപ്രവർത്തനങ്ങളാണല്ലോ. അപ്പോൾ തീ പിടിക്കുന്ന വസ്തു ഉണ്ടെങ്കിൽ അതിൻ്റെ രാസഘടന ഉപയോഗിച്ചാണ് സാധാരണഗതിയിൽ അത് കെടുത്താൻ കഴിയുക. കപ്പലിലുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എഫക്റ്റീവായി ഒരു തീ അണക്കൽ സാധ്യമാവൂ എന്നുള്ളതാണ് നേരിടുന്ന നിസ്സഹായത, നേരിടുന്ന പ്രതിസന്ധി. ദീപക്, അത് തന്നെയാണ് ഹാഷ്മി. അതിനുവേണ്ടി ഈ INS സൂറത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ചെയ്ത് പരിചയമുള്ളതും അതിനുവേണ്ട ആയുധങ്ങളും കെമിക്കലുകളും സംഭരിച്ച് വെക്കുന്ന ഒരു കപ്പൽ കൂടി ആയതുകൊണ്ട് മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ഓപ്പറേഷൻസ് ചെയ്ത് പരിചയമുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ICG കപ്പലുകൾ അത് 5 എണ്ണം അവിടെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അതവിടെ എത്തുമ്പോഴേക്കും തന്നെ നിയന്ത്രണം കുറച്ചുകൂടി ഏറ്റെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ INS സൂറത്ത് എത്തിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ എളുപ്പമാകും എന്നുള്ളതാണ്. ഈ ഡിഫൻസ് വൃത്തങ്ങളിൽ നേരത്തെ നമ്മൾ അതുൽ പിള്ളയുമായി സംസാരിച്ചു, അതുപോലെ മഡ്വാലുമായി ഈ ഹെഡ്ക്വാർട്ടേഴ്സിലെ PR-ഉമായി സംസാരിക്കുമ്പോഴുമെല്ലാം ഡൽഹിയിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ INS സൂറത്തിലാണ് എല്ലാ പ്രതീക്ഷയും എന്നുള്ളതാണ്. ആദ്യം ജീവൻ രക്ഷിക്കൽ, അതിൽ 18 പേരുടെ ജീവൻ രക്ഷിച്ചു, 4 പേർ മിസ്സിംഗ് ആണ്. ആ 4 പേരെ കണ്ടെത്തണം.